ഞാൻ ഈ വീഡിയോക്ക് ഒരു ഹാഷ്ടാഗ് പോലും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അടുക്കൽ എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് അല്ലാഹു തആലയുടെ പക്കൽ നിന്നുള്ള ഒരു അടയാളമാണ്. അല്ലാഹു തആല നിങ്ങളെ വിളിക്കുകയാണ്. അല്ലാഹു തആല നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ സ്വയം ക്ഷമിക്കാൻ. നിങ്ങളെ എന്താണോ മുന്നോട്ട് നയിക്കുന്നത്, നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ തടസ്സം നിൽക്കുന്ന എന്തോ ഒരു കാര്യത്തിനെ വിട്ട് കളയാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല പറയാണ്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയാസമുള്ളതാണെങ്കിലും നിങ്ങളത് വിട്ട് കളയണം. നിങ്ങൾ ആ കാര്യത്തിൽ നിന്ന് നിങ്ങൾ ക്ഷമിക്കുക തന്നെ. ആ കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ക്ഷമിക്കുക തന്നെ വേണം. നിങ്ങൾക്ക് ഇന്നലെ ഉണ്ടായ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഉണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ നിങ്ങൾ മുന്നോട്ട് പോവാതിരിക്കുന്നത്, മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് അല്ലാഹു തആലക്ക് ഒരിക്കലും ഇഷ്ടമില്ല. അല്ലാഹു തആലക്ക് നിങ്ങളും അല്ലാഹുവിനോടൊപ്പം തന്നെ സഞ്ചരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ അല്ലാഹു തആലയോട് കൂടുതൽ അടുക്കാനും അല്ലാഹുവുമായുള്ള ബന്ധം സ്ഥാപിക്കാനുമാണ് അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നിങ്ങളുടെ പാസ്റ്റ് ഒരിക്കലും നിങ്ങളുടെ ലൈഫിനെ ഡിഫൈൻ ചെയ്യുന്നില്ല. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിനെ നിർണ്ണയിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? അതൊരു പാഠമാണ്. നമ്മൾ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നേറുകയാണ് ചെയ്യേണ്ടത്. അതിൽ വീണ് തകർന്ന് വേദനിച്ചിട്ട് പിന്നോട്ട് നിൽക്കുകയല്ല വേണ്ടത്. അതെ, നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം അല്ലാഹു തആലക്ക് മുൻകൂട്ടി തന്നെ അറിയാമായിരുന്നു. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളും അല്ലാഹു തആലക്ക് മുൻകൂട്ടി അറിയാം. എന്നിട്ടും അല്ലാഹു തആല നിങ്ങളെവിടെ എത്തിച്ചുവെങ്കിൽ അല്ലാഹു തആലക്ക് അറിയാം നിങ്ങൾക്കത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്, അല്ലേ? അല്ലാഹുവിന് ആരുമില്ലാത്ത സമയങ്ങളിൽ രാത്രി നീ കരഞ്ഞത് എന്തിനാണെന്ന് റബ്ബിനറിയാം. നിന്റെ ചിന്തകൾ എന്താണെന്ന് റബ്ബിനറിയാം. പക്ഷേ റബ്ബിനെ അറിയിക്കണം, എല്ലാ സമയങ്ങളിലും റബ്ബ് നിന്റെ കൂടെയുണ്ട് എന്നത് റബ്ബിന് നിന്നെ അറിയിക്കണം. റബ്ബിനെ നീ വിശ്വസിക്കണം. റബ്ബിനെ നീ ഏതൊരു സാഹചര്യത്തിലും അല്ലാഹു തആല നീ വിശ്വസിക്കുക തന്നെ ചെയ്യണം. കാരണം അല്ലാഹു തആല നീ ഉദ്ദേശിക്കാത്ത പല വാതിലുകളും അല്ലാഹു സുബ്ഹാനഹു തആല നിനക്ക് വേണ്ടി, നമ്മൾക്ക് വേണ്ടി അല്ലാഹു തആല തുറന്നു തരും. വാതിലുകൾ നമ്മളുടെ ഓരോ ആഗ്രഹങ്ങളാണ്. അല്ലാഹു തആല ഒരു നിശ്ചിത സമയത്തിൽ നമുക്ക് വേണ്ടി ആ വാതിൽ തുറന്നു തരിക തന്നെ ചെയ്യും. നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിക്കുക. അപ്പോൾ അല്ലാഹു തആല നമ്മളുടെ ഹൃദയത്തിലെ എന്തൊരു വേദനയാണെങ്കിലും അല്ലാഹു തആല അത് മാറ്റിത്തരും. അല്ലാഹുവിനെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ, അല്ലാഹുവിനെ കൂടെ നിർത്തുക, അല്ലാഹുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അല്ലാഹു കൂടെയുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ എഫേർട്ടുകൾ നമ്മൾ നിർത്തിവെക്കരുത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ എന്ത് ലക്ഷ്യത്തിലേക്കാണോ എത്തിച്ചേർന്നിരിക്കുന്നത്, ആ ലക്ഷ്യം, ആ ആ കഠിനമായ പ്രയത്നം നമ്മൾ ഒരിക്കലും നിർത്തിക്കളയരുത്. ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാഹുവിലും വിശ്വസിക്കുക, നമ്മൾ ചെയ്യുന്ന ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പം വിജയം നിശ്ചയമായിട്ടും നമ്മളുടെ കൂടെ തന്നെയായിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിൽ കഠിനമായിട്ട് പ്രയത്നിക്കണം. പക്ഷെ അത് റിസൾട്ടിന് വേണ്ടി മാത്രമാവരുത്. നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കണം, അത് തന്നെ വേണം എന്ന് വിചാരിച്ച് നമ്മൾ കഠിനമായി പ്രയത്നിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ നമ്മളെക്കൊണ്ട് സാധിക്കില്ല. കാരണം എന്തൊരവസ്ഥയിലേക്കാണെങ്കിലും അത് എത്തിച്ചേരണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിചാരിക്കണം, അത് അല്ലാഹു തആലയുടെ കൈകളിൽ മാത്രമാണ്. അപ്പോൾ ട്രൈ ഹാർഡ്, നിങ്ങൾ പരിശ്രമിക്കുക. കൂടെ അല്ലാഹു സുബ്ഹാനഹു തആലയിലും നിങ്ങൾ വിശ്വസിക്കുക. ഇതിലുള്ള ഒരു പ്രധാന കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ എന്തൊരു കാര്യവും അല്ലാഹു തആലയെ ഏൽപ്പിച്ചാൽ നമുക്ക് സന്തോഷവും സമാധാനവും നൽകും. എഫോർട്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ തവക്കുലും, അല്ലാഹുവിനെ തവക്കൽ ചെയ്തുകൊണ്ട് അള്ളാഹിനെ തവക്കൽ ചെയ്യുക, കൂടെ നമ്മുടെ എഫേർട്ടും ചെയ്താൽ അല്ലാഹു തആല നമുക്ക് എന്ത് ചെയ്യും? സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കും. വിശ്വാസവും അതുപോലെ തന്നെ ക്ഷമയും. എന്തൊരു കാര്യം അല്ലാഹു തആല നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടുണ്ടോ അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അതൊരിക്കലും ഒരാളെ കൊണ്ടുപോലും തടയാൻ സാധിക്കൂല. റബ്ബ് നിങ്ങളെ മേൽ എഴുതി വെച്ചതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങി ചെല്ലുക. ഏതൊരു അവസ്ഥയിലാണെങ്കിൽ പോലും നമ്മൾ എന്താക്കണം? അല്ലാഹു തആലയുടെ അടുത്തേക്ക് നമ്മൾ മടങ്ങിച്ചെല്ലണം. കാരണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അല്ലാഹു നിനക്കും എനിക്കും നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് കാണാൻ സാധിക്കുന്നില്ല എങ്കിലും
നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ വിശ്വസിച്ചാൽ മാത്രം മതി. നമുക്കത് കാണാൻ പറ്റൂല, പക്ഷെ നമ്മളത് വിശ്വസിച്ചിരിക്കണം. എന്നാൽ നമ്മുടെ ലൈഫിൽ നമ്മളറിയാത്ത വിധത്തിൽ നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. അത്ഭുതങ്ങൾ ലഭിക്കും നമുക്ക്. ഇതാണ് ആരും പറയാത്ത അള്ളാഹുവിലുള്ള ആ വിശ്വാസവും ആ ക്ഷമയും നമുക്കുണ്ടെങ്കിൽ ഏറ്റവും വലിയ രഹസ്യമാക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ സ്നേഹവും കരുതലും എന്നും നമുക്കുണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നും നമുക്ക് ഈമാനും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.